എന്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ രീതിയിൽ ഉള്ള മത്തിക്കറി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചത്തക്കാളിയും കുരുമുളകും ചേർത്ത മത്തിക്കറി. ചേരുവകൾ: 500 ഗ്രാം മത്തി വൃത്തിയാക്കിയത്, വലിയ പച്ചത്തക്കാളി ഒരെണ്ണം, ചെറുതാണെങ്കിൽ 2 തക്കാളി ചേർക്കാം, പച്ചമുളക് 4 എണ്ണം, പച്ചക്കുരുമുളക് അതില്ലെങ്കിൽ ഉണക്കക്കുരുമുളക് 1½ ടീസ്പൂൺ, ചെറിയ ഉള്ളി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 5 വെളുത്തുള്ളി അല്ലി അരിഞ്ഞത്, 1 ഇഞ്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില, ഉലുവ 1/4 ടീസ്പൂൺ, കടുക് 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നാരങ്ങയുടെ നീര്, ഉപ്പ് 1/2 ടീസ്പൂൺ, 2 കപ്പ് വെള്ളം. പച്ചത്തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക. തക്കാളി, പച്ചമുളക്, കുരുമുളക് എന്നിവ ചേർത്ത് അരച്ചു വയ്ക്കുക. ഒരു പാത്രത്തിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടുമ്പോൾ കടുക് ചേർത്ത് പൊട്ടിക്കുക. അരിഞ്ഞ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ യഥാക്രമം ചേർത്ത് വഴറ്റുക. ഇതിലേക്ക് അരച്ചുവച്ച ടൊമാറ്റോ ചേർക്കുക. 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർക്കുക. ഇതിലേക്ക് വൃത്തിയാക്കിയ മത്തി ചേർത്ത് വേവുന്നതുവരെ ഏകദേശം 10 മിനിറ്റ് ചെറുതീയിൽ വേവിക്കുക. ആവശ്യത്തിന് ചാറ് കുറുകിയിരിക്കണം. നാരങ്ങാനീർ ചേർത്തതിനു ശേഷം തീ ഓഫ് ചെയ്യുക. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചു കുറച്ച് പുതിയ കറിവേപ്പില ചേർക്കുക. കുരുമുളകിന്റെ രുചിയുള്ള മത്തി കറി തയ്യാറായിക്കഴിഞ്ഞു. ചൂടുള്ള ചോറിനോ കപ്പയ്ക്കോ ഇത് പ്രത്യേകിച്ചും അനുയോജ്യമാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ രുചികരമായ റെസിപ്പികളുമായി വീണ്ടും കാണാം. നന്ദി.